ഹരേ കൃഷ്ണ. ഒരുപാട് ഈശ്വരാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലൊരു അനുഭവം, ഈശ്വരാനുഭവമാണ് ഇന്നും പറയുന്നത്. ഈ അനുഭവത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുണ്ടായിട്ടുള്ളത് ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റ് കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർക്കാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഈശ്വരവിശ്വാസത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളെ താൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു സമയത്ത് ദൈവം തന്നെ പരീക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഈ ഒരു അനുഭവം മരണം വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നു എന്നാണ് അദ്ദേഹം ഈ അനുഭവത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത്. തിരുവയ്യാറ് ക്ഷേത്രം, ത്യാഗരാജസ്വാമി ടെമ്പിൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമുണ്ട്. വർഷം തോറും നടത്തി പോരുന്ന തിരുവയ്യാർ ഉത്സവം. ഒരുപാട് കാലം ആ തിരുവയ്യാർ ഉത്സവത്തിൻ്റെ ആരാധനാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2007 ഒരു മാസികയിലാണ് ഞാനിത് വായിച്ചിട്ടുള്ളത്. തിരുവയ്യാറ് ഉത്സവം എന്ന് പറയുന്നത് 5 ദിവസത്തെ ഉത്സവമാണ്. ആ 5 ദിവസത്തെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്നദാനം. ഈ 5 ദിവസവും അന്നദാനം ഉണ്ടാവും ഭക്തർക്ക്. ഈ അന്നദാനത്തിൽ 2000-ൽ കുറയാത്ത ആൾക്കാർ ഓരോ ദിവസവും ഉണ്ടാകും. ആരാധനാ ദിവസമാണെങ്കിൽ 5000 പേരുണ്ടാകും. ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭാവനകളും ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന്, ആധ്യാത്മികാചാര്യന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ നല്ലവരായിട്ടുള്ള സംഗീത പ്രേമികളുടെ കയ്യിൽ നിന്നൊക്കെയാണ് സംഭാവന പിരിക്കാറ്. അങ്ങനെയാണ് ഉത്സവം നടത്തിപ്പോരുന്നത്. അങ്ങനെയിരിക്കെ 1925 കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, അത് അദ്ദേഹം എഴുതിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ആ വർഷം ഉത്സവം നടക്കുന്നതിൻ്റെ 2ാം നാള് ഈ പാചകത്തിൻ്റെ ചുമതലയൊക്കെ വഹിക്കുന്ന ഒരു പയ്യൻ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, സാർ, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരുവിധം ഒപ്പിച്ചു, രാത്രിയിലേക്ക് ഒന്നും തന്നെ ഇല്ല, അരിയോ പച്ചക്കറികളോ പലവ്യഞ്ജനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഭക്ഷണം ഉണ്ടാക്കാനെന്ന്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, സംഗീതം കൊണ്ട് മനസ്സും ഭക്ഷണം കൊണ്ട് വയറും നിറച്ച് ആളുകളെ മടക്കി അയക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം, അതിന് ഒരു മാറ്റം സംഭവിക്കുമോ ഇന്ന് എന്ന് അദ്ദേഹം ഭയന്നു. ഇന്ന് രാത്രിയിലുള്ള 2000 പേര് വിശപ്പ് സഹിച്ച് നിൽക്കേണ്ടി വരും. അതായത് ഒന്നും തന്നെ ഇല്ല, എല്ലാ അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് എന്ന് ആ ഒരു പയ്യൻ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരാകെ തളർന്നു പോണ പോലെ തോന്നി. അദ്ദേഹത്തിന് ഒരു തളർച്ച വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ പയ്യനെ പറഞ്ഞയക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഈ ഒരു വരിയാണ് ഏറ്റവും അതിൽ നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വരി. തനിക്ക് ജീവനേകിയിട്ടുള്ള സംഗീതവും ദൈവവും തന്നെ ഒരിക്കലും കൈവെടിയില്ലെന്നുള്ള വിശ്വാസമാണ് ആ പയ്യനെ അങ്ങനെ പറഞ്ഞയക്കാൻ എന്നെ നിർബന്ധിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതിൽ അത്രയും ഉറപ്പുണ്ട്. ദൈവം തന്നെ ഒരിക്കലും കൈവെടിയില്ല. ഒരു സംഗീത കച്ചേരിയിൽ 25 പേരിൽ ഒരാൾ മാത്രം വായിക്കുന്ന ഉപസംഗീതോപകരണമായിട്ടുള്ള വയലിൻ പ്രധാന സംഗീതോപകരണമാക്കണമെന്ന് ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിക്കുകയും അത് നടത്തി കാണിക്കുകയും ചെയ്ത തനിക്ക് തൻ്റെ വിശ്വാസത്തിൽ ഒരിക്കലും പിഴവ് സംഭവിക്കില്ല. അന്നും ആ വിശ്വാസവുമായി നടന്ന് കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ കാവേരി നദിയിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ത്യാഗരാജസ്വാമികളോട്, നിന്റെ ഉത്സവം നടക്കുകയാണ്, എല്ലാ തവണയും ആൾക്കാർ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് പോവാറ്, ഈ തവണ ഇങ്ങനെ പരീക്ഷിച്ച് കളഞ്ഞല്ലോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാവും, നിന്റെ കരുണാ കടാക്ഷം വേണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ത്യാഗരാജസ്വാമികളോട് പ്രാർത്ഥിച്ചിട്ട് മുങ്ങി നിവർന്ന സമയത്ത് ഒരു പയ്യൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല ആരാണെന്നുള്ളത്, എന്തിനാണ് വന്നതെന്നുള്ളത്. പറഞ്ഞു, സാർ, ക്ഷേത്രത്തിൻ്റെ അടുത്ത് ക്ഷേത്ര ജീവനക്കാരനായിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പം എന്തിനാ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. സാർ, ക്ഷേത്രത്തിൻ്റെ അടുത്തിൽ ഒരു ലോറി വന്ന് നിൽക്കുന്നുണ്ട്. ആ ആർച്ച്, ഉത്സവം നടക്കായിട്ട് 2 ആർച്ചുകളുണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട്. അത് കാരണം ആ ലോറിക്ക് അകത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. ചോദിച്ചപ്പോൾ അങ്ങയുടെ പേരാണ് പറയുന്നത്.
അപ്പോൾ ഏതെങ്കിലും കുഴപ്പം പിടിച്ച ഡ്രൈവറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുന്നക്കുടി സാർ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ അവിടെ ഒരു വലിയ ലോറി വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാണ്, എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു. കുളിത്തലയിൽ നിന്നുമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചുരുട്ടി കശക്കിയ പോലെയുള്ള ഒരു പേപ്പർ കഷ്ണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കുന്നക്കുടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇത് തന്നയച്ചത് തൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ഗോപാലൻ കുളിത്തലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട്. അപ്പം എന്താണിതിൽ? അരിയും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളുമാണ് ആ ലോറിയിൽ. അദ്ദേഹത്തിന് സ്ഥലകാല ബോധം ഇല്ലാണ്ടായി എന്നാണ് പറയണത്. എന്താണ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഇവർ മേടിക്കുന്ന കടയിൽ കുടിശ്ശികയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കില്ല. അപ്പം എന്താണ് രാത്രിയിലുള്ള ഭക്ഷണത്തിന് അത്രയും ആളുകൾ ഉണ്ടാവും ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 4-5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ഗോപാലിനെ കണ്ട സമയത്ത് വർഷം തോറും തിരുവയ്യാറിൽ നടത്തി പോരുന്ന ഈ ഉത്സവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുളിത്തലയ്ക്കടുത്ത് വലിയൊരു ജമീന്ദാറാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. അപ്പോൾ കഴിയുന്ന എന്തെങ്കിലും സഹായം ഈ ഉത്സവത്തിനായിട്ട് ചെയ്യണമെന്ന് അന്ന് 4-5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞത് ഓർമ്മ വെച്ചുകൊണ്ട് ഇന്നവൻ സഹായം ചെയ്തിരിക്കുന്നു എന്നാണ് കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ പറഞ്ഞിട്ടുള്ളത്. ദൈവം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു ആപത്ത് ഘട്ടം വന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ത്യാഗരാജ സ്വാമികൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിൽ 7 ചാക്കാരി, 5 ടിൻ നെയ്യ്, പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് നോക്കിയിട്ട് വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ദൈവം നേരിൽ വന്നുകൊണ്ട് തൻ്റെ ഉത്സവം മംഗളകരമാക്കി തന്നു എന്നുള്ളത്. അത്രയും അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. തന്നെ ഒരിക്കലും ദൈവം കൈവെടിയില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും വേണ്ടത്. അത്രയും ഒരു വിശ്വാസം വേണം. അതായത് നമ്മൾ ഏത് ആപത്ഘട്ടങ്ങളിലും നമ്മളുടെ ഒരു കഠിന വിഷമാവസ്ഥയിൽ പോലും വിളിച്ചാൽ ദൈവത്തിൻ്റെ ഒരു സഹായഹസ്തം നമ്മളിലേക്ക് എത്തും എന്ന ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ മറികടക്കുക തന്നെ ചെയ്യുമെന്നാണ് കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതരുടെ ഈ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങളോട് പറയുന്നതിൽ ഞാൻ ഏറ്റവും അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് നിങ്ങളോടൊക്കെ പറയാൻ സാധിച്ചതിൽ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിട്ട് മാറാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ.